ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Partitioning of hard disk. Disk partitioning or disk slicing is the creation of one or more regions on secondary storage so that each region can be managed separately. Each partition is treated as a separate drive by the computer's operating system. ഒരു കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയ ഹാർഡ് ഡിസ്കിനെ ഒന്നോ അതിലധികമോ റീജിയൻസ് ആയിട്ട് തിരിക്കുന്ന പ്രക്രിയയാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്രകാരം പാർട്ടീഷൻ ചെയ്യുന്ന ഓരോ റീജിയനെയും ഒരു പ്രത്യേക ഡ്രൈവ് ആയിട്ടാണ് കമ്പ്യൂട്ടർ കണക്കാക്കുന്നത്. അങ്ങനെ ഓരോ ഡ്രൈവും പ്രത്യേകം മാനേജ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സാധിക്കുന്നു. കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വീട് വെച്ചതിന് ശേഷം അതിൽ വിവിധ മുറികൾ തിരിച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്ത് വിവിധ ഡ്രൈവുകളായിട്ട് തിരിക്കുന്നത്. റീസൺ ടു പാർട്ടീഷൻ യുവർ ഹാർഡ് ഡിസ്ക്. ഫസ്റ്റ്, ഓർഗനൈസ് ഡാറ്റ. യു ക്യാൻ സെപ്പറേറ്റ് ബാക്കപ്പ് ഫയൽസ്, മീഡിയ ആൻഡ് പേഴ്സണൽ ഡാറ്റ. സെക്കൻഡ്, ഇൻസ്റ്റാൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. You can install multiple operating system on your computer. Third, backup data. You can create a storage area for backing up your operating system, program data or personal data. ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ബാക്കപ്പ് ഫയൽസ്, മീഡിയ ഫയൽസ്, പേഴ്സണൽ ഡാറ്റ എല്ലാം കൃത്യമായി ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുവാനായിട്ട് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. രണ്ടാമത്, ഇൻസ്റ്റാൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമത് വരുന്നത് ബാക്കപ്പ് ഓഫ് ഡാറ്റ. അതായത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോഗ്രാം ഡാറ്റ, പേഴ്സണൽ ഡാറ്റ, അങ്ങനെയുള്ള ഡാറ്റകളുടെ ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ. ഈ ചിത്രത്തിൽ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരിക്കുന്നത്. CDE എന്നിങ്ങനെ മൂന്നായിട്ടാണ് പാർട്ടീഷൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. സാധാരണ വിൻഡോസ് കമ്പ്യൂട്ടറിലാണ് CDE എന്ന രീതിയിൽ പാർട്ടീഷൻ വരുന്നത്. ആദ്യകാലത്ത് കമ്പ്യൂട്ടറിൽ ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിച്ചിരുന്ന സമയം A, B എന്നിവ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ്. അതിനുശേഷം വരുന്ന ലെറ്റേഴ്സാണ് ഡ്രൈവുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് C മുതലുള്ള ലെറ്ററുകൾ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനിലുള്ള ഓരോ ഡ്രൈവിനും കൊടുത്തു വരുന്നത്. ചിത്രത്തിൽ കാണുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു യഥാർത്ഥ ഇമേജും അതിൻ്റെ പാർട്സ് വിശദമാക്കിക്കൊണ്ടുള്ള ഒരു സ്ട്രക്ചറുമാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 4 ഡിസ്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്കാണ് നമ്മൾ കാണുന്നത്. ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്കുകളിൽ ഒരു ഡിസ്ക് മാത്രമേ കാണുകയുള്ളൂ. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഡിസ്കിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുന്നത്. റൈറ്റ് സൈഡിലെ ചിത്രത്തിൽ നോക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ആം അസംബ്ലി, റീഡ് റൈറ്റ് ഹെഡ്, സ്പിൻഡിൽ, പ്ലേറ്റർ എന്നിവയാണ്. ആം അസംബ്ലി എന്ന് പറയുന്നത് റീഡ് റൈറ്റ് ഹെഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു അസംബ്ലി യൂണിറ്റ് ആണ്. ആ സ്ട്രക്ചറാണ് ഈ ഹാർഡ് ഡിസ്കിൻ്റെ റീഡ് റൈറ്റ് ഹെഡിനെ മൂവ് ചെയ്യിക്കുന്നത്. പിന്നീട് വരുന്നത് റീഡ് റൈറ്റ് ഹെഡാണ്. എത്ര പ്ലേറ്റുകളാണോ ഹാർഡ് ഡിസ്കിലുള്ളത് അത്രയും പ്ലേറ്റുകൾക്കും റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാകും. ഓരോ പ്ലേറ്റിനും റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനുമാണ് ഹെഡ് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു സ്പിൻഡിലാണ്. സ്പിൻഡിൽ അതൊരു മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഈ പ്ലേറ്റുകൾ, ഡിസ്ക് പ്ലേറ്റുകൾ റൊട്ടേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഹെഡ് മൂവ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഹാർഡ് ഡിസ്കിൽ ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. ടൈപ്സ് ഓഫ് പാർട്ടീഷൻസ്.
First, primary partition. Primary partition contains a file system and boot files for primary operating system. A maximum of 4 primary partitions can be created on MBR disk. Next, extended partition. A defined area that stores logical drives. It is created by dividing a primary partition into additional logical partitions. Next, logical partition. It is used to store data but can't boot an operating system. The number of logical partitions that can be created is limited only by the disk storage space. അടുത്തതായി നമ്മൾ എത്ര തരത്തിലുള്ള പാർട്ടീഷൻസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പാർട്ടീഷൻസ് ആണ് വരുന്നത്. ഒന്നാമത് വരുന്നത് പ്രൈമറി പാർട്ടീഷൻ. പ്രൈമറി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാവശ്യമായ ബൂട്ട് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീഷനാണ് പ്രൈമറി പാർട്ടീഷൻ. ഈ പ്രൈമറി പാർട്ടീഷനിലേക്കാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു MBR ഡിസ്കിൽ നമുക്ക് പരമാവധി 4 പാർട്ടീഷൻ വരെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് വരുന്നതാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഒരു പ്രൈമറി പാർട്ടീഷന് ശേഷം ലോജിക്കൽ ഡ്രൈവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീഷനാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനിൽ നമുക്ക് വീണ്ടും ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് ലോജിക്കൽ പാർട്ടീഷൻ. ലോജിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാർട്ടീഷനാണ് ലോജിക്കൽ പാർട്ടീഷൻ. ഈ പാർട്ടീഷനിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് ബൂട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അനുസരിച്ച് ധാരാളം ലോജിക്കൽ പാർട്ടീഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്, പാർട്ടീഷൻ ടേബിൾ. A data structure that describes the partition on a disk and is maintained by the operating system. The partition table defines where partitions start and end on the disk. The common partition tables are master boot record partition table, guide partition table, and Apple partition map. The two main types of hard disk drive partition tables are master boot recorder and guide partition table. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ടീഷൻ ടേബിൾ എന്ന് പറയുന്നത്. പാർട്ടീഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കിൽ എപ്രകാരമാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് വിശദമാക്കുന്ന ഡാറ്റ സ്ട്രക്ചറാണ് പാർട്ടീഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതായത് പാർട്ടീഷൻ ടേബിൾ ഡിഫൈൻ ചെയ്യുന്ന സ്ട്രക്ചറിലായിരിക്കും ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പാർട്ടീഷൻ ടേബിൾ മെത്തേഡുകളാണ് മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, ഗൈഡ് പാർട്ടീഷൻ ടേബിൾ, ആപ്പിൾ പാർട്ടീഷൻ മാപ്പ് എന്നിവ. അതിൽ ആപ്പിൾ പാർട്ടീഷൻ മാപ്പ് എന്നുള്ളത് ആപ്പിൾ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടീഷൻ ടേബിളാണ്. അതുകൂടാതെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാർട്ടീഷൻ ടേബിളുകൾ വരുന്നത് മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, ഗൈഡ് പാർട്ടീഷൻ ടേബിൾ എന്നിവയാണ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. Master boot record. It is the traditional partition style. MBR is a reserved space at the beginning of a drive that stores information on how partitions are organized. It is best for hard disks that are 2 TB or less. It can have only 4 primary partitions. മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ പാർട്ടീഷൻ സ്റ്റൈലാണ്. ഒരു ഹാർഡ് ഡിസ്കിന്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് MBR റിസർവ് ചെയ്യപ്പെടുന്നത്. ഈ MBRലാണ് എങ്ങനെയാണ് പാർട്ടീഷൻസ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകുന്നത്. 2 TBയോ അതിന് താഴെയോ ഉള്ള ഹാർഡ് ഡിസ്കുകളിലാണ് MBR ബെസ്റ്റായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ 4 പ്രൈമറി പാർട്ടീഷൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, GPT or Globally Unique Identifiers Partition Table. A newer partitioning scheme that uses to address limitations of MBR, such as limited storage space. A basic disk using GPT can have up to 128 primary partitions without the need of extended partitions or logical drives. മാസ്റ്റർ ബൂട്ട് റെക്കോർഡർ പാർട്ടീഷന്റെ ലിമിറ്റഡ് സ്റ്റോറേജ് സ്പേസ് എന്ന ഒരു ലിമിറ്റേഷൻസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ പാർട്ടീഷൻ സ്കീമാണ് GPT അഥവാ ഗൈഡ് പാർട്ടീഷൻ ടേബിൾ എന്ന് പറയുന്നത്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 128 പ്രൈമറി പാർട്ടീഷൻസ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് 120 പാർട്ടീഷൻസ് വരെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാസ്റ്റർ ബൂട്ട് റെക്കോർഡിലാണെങ്കിൽ നമ്മൾ പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്പേസിൽ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലാണ് കൂടുതൽ ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ GPT-യിൽ വരുമ്പോൾ നമുക്ക് അതല്ലാതെ തന്നെ 128 പ്രൈമറി പാർട്ടീഷൻസ് വരെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ടീഷനിങ്ങിൻ്റെ ഒരു ഡയഗ്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ നോക്കുക, ഒരു ന്യൂ ഡിസ്ക് വിത്തൗട്ട് എനി പാർട്ടീഷനാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത്. തുടർന്ന് അതിനെ പ്രൈമറി പാർട്ടീഷൻ, എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നീട് ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെ DEF എന്നിങ്ങനെയുള്ള ലോജിക്കൽ പാർട്ടീഷൻസ് ആയിട്ടും ബാക്കിയുള്ള സ്പേസ് അൺലൊക്കേറ്റഡ് ആയിട്ടുമാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള പുതിയ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമ്മൾ അതിൽ പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നെയിം വരുന്നത് C എന്നാണ്. പിന്നീട് വരുന്നത് മാസ്റ്റർ ബൂട്ട് റെക്കോർഡറിലാണെങ്കിൽ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനാണ്. പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നീട് DEF എന്നിങ്ങനെയുള്ള ലോജിക്കൽ പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമേജിൽ MBR GPT തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. MBRൽ നോക്കുക, ആദ്യം പ്രൈമറി C, പ്രൈമറി D, പ്രൈമറി E എന്നിങ്ങനെയുള്ള 3 പ്രൈമറി പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള സ്പേസിൽ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് F, G എന്നിങ്ങനെയുള്ള 2 ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത് വരുന്നത് GPT ഡിസ്കിൻ്റെ ഒരു ഇമേജ് ആണ്. ഇതിൽ നോക്കുക, പ്രൈമറി C, പ്രൈമറി D, പ്രൈമറി E, പ്രൈമറി F അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടീഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം പ്രൈമറി പാർട്ടീഷൻസിൽ ഓരോന്നിലും നമുക്ക് ഓരോ OS ഇൻസ്റ്റാൾ ചെയ്യുകയും OS നമുക്ക് ആവശ്യാനുസരണം ബൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഡ്രൈവിൻ്റെ പാർട്ടീഷൻ ഇമേജ് ആണ് കാണിച്ചേക്കുന്നത്. ഇതിൽ C എന്ന് പറയുന്നത് പ്രൈമറി പാർട്ടീഷനാണ്. അതിൽ ബൂട്ട് ഫയൽസ് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്ന EF എന്നിവ ലോജിക്കൽ പാർട്ടീഷൻസ് ആണ്. ഇതിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഒരു ഹാർഡ് ഡിസ്ക് എപ്രകാരമാണ് ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ കാണപ്പെടുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ 3 പ്രൈമറി പാർട്ടീഷൻസ് ആണ് കാണുന്നത്. ഈ പാർട്ടീഷനിൽ ആദ്യത്തെ 3 ഡ്രൈവുകൾ പ്രൈമറി പാർട്ടീഷൻസിലാണ് വരുന്നത്. ഇതിൽ കുറച്ച് സ്പേസ് സിസ്റ്റം റിസർവ്ഡ് സ്പേസ് ആയിട്ട് കമ്പ്യൂട്ടർ നീക്കി വെക്കുന്നു. അതിനുശേഷം വരുന്ന C, D എന്നിവയാണ് പ്രൈമറി പാർട്ടീഷൻസിൽ വരുന്നത്. ഈ 2 പാർട്ടീഷൻസിൽ ഏതിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. 2 പാർട്ടീഷനിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുകയും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ആവുകയും ചെയ്യും. പിന്നീട് എക്സ്റ്റെൻഡഡ് പാർട്ടീഷനിൽ ലോജിക്കൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. E എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഡ്രൈവാണ്. ബാക്കിയുള്ള സ്പേസ് ഫ്രീ സ്പേസ് ആയിട്ട് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആ സ്പേസ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഒരു ലോജിക്കൽ പാർട്ടീഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ഹാർഡ് ഡിസ്കിനെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇപ്രകാരം പാർട്ടീഷൻ ചെയ്ത് ലഭിക്കുന്ന ഓരോ ഭാഗത്തിനും ഒരു ഡ്രൈവ് എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണയായി 2 തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. ഒന്ന് MBR അഥവാ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, 2 GPT അഥവാ ഗൈഡ് പാർട്ടീഷൻ ടേബിൾ. MBRലാണെങ്കിൽ നമുക്ക് മാക്സിമം 4 പ്രൈമറി പാർട്ടീഷൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ GPTയിലാണെങ്കിൽ 128 പ്രൈമറി പാർട്ടീഷൻസ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഫോർമാറ്റിങ്ങിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കാണുന്നതിനായി ചാനൽ വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.